ഒറ്റശിഖരം സീരിയലിലെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ അമ്പിളിയാണെങ്കിൽ മീനാക്ഷിയെ മനഃപൂർവ്വം ഓരോന്ന് പറഞ്ഞ് വിഷമിപ്പിക്കുകയാണ്. അവളാണെങ്കിൽ സങ്കടത്തോട് കൂടിയിട്ട് അകത്തേക്ക് കയറി പോകുന്നു. എന്നിട്ട് അമ്പിളി ശ്രീയോട് പറയുന്നുണ്ട്, ഇവൾക്ക് നമ്മളോട് അസൂയാണ്, ശ്രീയേട്ടൻ ഇവിടെ ഇരിക്കെ, ഞാൻ കഴിക്കാൻ എന്തിനും എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് വേഗം തന്നെ അവൾ അടുക്കളയിലേക്ക് പോവുകയാണ്. ഈ സമയം അവിടേക്ക് ലക്ഷ്മി ചിറ്റ വരുന്നുണ്ട്. ആഹാ, ശ്രീയാകെ ക്ഷീണിച്ചിരിക്കുകയെന്ന് തോന്നുന്നു, ഇന്ന് എന്തൊക്കെ ജോലികൾ ചെയ്തു? അങ്ങനെ നുണ പറയുകയാണ് ശ്രീ ചെയ്യുന്നത്. അതൊക്കെ മനസ്സിലാക്കുന്ന ചീറ്റയാവട്ടെ എല്ലാത്തിനും മൂളി കൊടുക്കുന്നു. പിന്നീട് അമ്പിളിയാണെങ്കിൽ അവിടേക്ക് 2 ഓംലേറ്റും അതുപോലെ ബൂസ്റ്റ് ഇട്ട പാലൊക്കെ ആയിട്ട് വരികയാണ്. ഈ സമയം ലക്ഷ്മി ചേച്ചി ചോദിക്കുന്നുണ്ട്, ആഹാ, ബൂസ്റ്റേ കിട്ടിയുള്ളൂ, ഹോർലിക്സ് കിട്ടിയില്ലേ? ഞാൻ നോക്കിയമ്മേ, കിട്ടിയില്ല. പിന്നെ ശ്രീയേട്ടൻ ആകെ ക്ഷീണിച്ച് തളർന്നു വരുമല്ലേ, അതുകൊണ്ട് 2 ഓംലേറ്റ് അടിച്ചു കൊടുത്തു. ആ, ഇനിയിപ്പോ പ്രോട്ടീൻ നിറഞ്ഞ ആഹാരങ്ങളൊക്കെ വേണം. രാത്രി അമ്മയും അച്ഛനും അനന്തവും കഞ്ഞിയും പയറല്ലേ കുടിക്കുന്നത്, അപ്പൊ ശ്രീയേട്ടന് ഒന്നുകൂടി ഉണ്ടാക്കി കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് അമ്പിളിയാണെങ്കിൽ ശ്രീയെ ഭക്ഷണം കഴിക്കുന്നു പറഞ്ഞ് നിർബന്ധിക്കുകയാണ്. ഈ സമയം അമ്മ പറയുന്നുണ്ട്, എന്റെ മുറിയിലെ ദേഹം കൊഴിഞ്ഞ് റെഡിയാക്കുന്ന എണ്ണയുണ്ട്, അതുകൂടി തേച്ച് ഒന്ന് കുളിപ്പിച്ചെടുക്ക് ചുടുവെള്ളത്തിൽ എന്ന് പറയുമ്പോൾ അമ്പിളി പറയുന്നുണ്ട്, ശരി അമ്മേ, ഞാൻ അങ്ങനെ തന്നെ ചെയ്യാം. അങ്ങനെ ലക്ഷ്മി ചിറ്റയ്ക്കാണെങ്കിൽ അതൊന്നും കണ്ടോണ്ട് നിൽക്കാനായിട്ട് കഴിയുന്നില്ല. അവരാണെങ്കിൽ ഇങ്ങനെ ഒരു പൊട്ടത്തി എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. പിന്നീട് കൃഷ്ണയാണെങ്കിൽ വീട്ടിലെ ഓരോ ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കോളിംഗ് ബെൽ അടിക്കുന്നുണ്ട്. അങ്ങനെ കൃഷ്ണ വാതിൽ തുറക്കുമ്പോൾ കാണുന്നത് ഞെട്ടിക്കുന്ന കാഴ്ച. മുകുന്ദനാണെങ്കിൽ പഴയതുപോലെ തന്നെ തന്റെ ഏട്ടനായിട്ട് വന്നിങ്ങനെ നിൽക്കുന്നു. കൃഷ്ണയാണെങ്കിൽ വായിൽ ഇങ്ങനെ കൈ പൊത്തി പിടിക്കുകയാണ്. മുകുന്ദേട്ട, എനിക്കിത് വിശ്വസിക്കാൻ പോലും കഴിയുന്നില്ല, എന്റെ മുകുന്ദേട്ടൻ പഴയതുപോലെ ആയിരിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ അതെ, മുകുന്ദൻ ഈസ് ബാക്ക് എന്നൊക്കെ പറഞ്ഞ് മുകുന്ദനാണെങ്കിൽ അകത്തേക്ക് വരിക. മുകുന്ദേട്ട, ഞാൻ ചായ എടുക്കട്ടെ? ഒന്നും വേണ്ടി, എന്റെ മനസ്സ് നിറഞ്ഞിരിക്കുകയാണ്. അങ്ങനെ ഇല്ലാത്തവരല്ലേ ഓരോന്നിനെ ആശ്രയിക്കുക. ഇപ്പൊ സത്യത്തിൽ ഞാൻ ആകെ വല്ലാത്തൊരു സന്തോഷവാനാണ്. ഈ ലോകത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷം അനുഭവിക്കുന്നത് ഞാനാണെന്ന് വേണമെങ്കിൽ പറയാമെന്നൊക്കെ മുകുന്ദൻ പറയുമ്പോൾ, അപ്പൊ മോളെ കണ്ടല്ലേ, നീതമോൾ എന്ത് പറയുന്നു? സുഖമായിട്ടിരിക്കുന്നു. നിന്റെ ഫ്രണ്ടിനെ കുറിച്ച് പറയാതിരിക്കാനായിട്ട് കഴിയില്ല. അവൾ എന്റെ മോളെ അടിപിടി മാറ്റിക്കഴിഞ്ഞു. നല്ല അച്ചടക്കവും നല്ല അനുസരണയുമുള്ള കുട്ടിയായിട്ടാണ് നീതമോൾ അവിടെ വളർന്നുകൊണ്ടിരിക്കുന്നത്. ഇത് കേട്ട് കൃഷ്ണ പറയുന്നുണ്ട്, വെറുതെ എങ്ങാനും ഞാൻ എന്റെ കുഞ്ഞിനെ കൊണ്ടുപോയിട്ട് അവിടെ വിട്ടയക്കുമോ? എനിക്ക് അറിയാവുന്ന നല്ലൊരു കൂട്ടുകാരിയാണ് അവള്. അവൾ എന്തായാലും നല്ല രീതിക്ക് വളർത്തുള്ളൂ. സ്വന്തം മക്കളെ പോലെ കരുതാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടൊക്കെയാണ് അവളുടെ കൂടെ വിട്ടയച്ചത്. പിന്നെ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് കാണാറുണ്ടെന്നൊക്കെ പറയുമ്പോൾ, സ്വന്തം മക്കളെ പോലെയല്ല, സ്വന്തം മക്കളെക്കാൾ കൂടുതൽ അവർ നീതമോളെ സ്നേഹിക്കുന്നുണ്ടെന്ന് ഇങ്ങനെ മുകുന്ദൻ പറയുന്നു. എന്തായാലും ഈ സമയം മുകുന്ദനാണെങ്കിൽ മലേഷ്യയിലെ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുകയാണ്. ധനികരായിട്ടുള്ള ഒരുപാട് പേർക്ക് തന്റെ മക്കളെ കുറിച്ചിട്ട് ആലോചിച്ചിട്ടാണ് ആകെ സങ്കടം. ഓരോരുത്തരും അച്ഛന്റെ ക്യാഷിലും മദ്യത്തിനും ലഹരിക്കും ലൈംഗികതയ്ക്കും ഒക്കെ തന്നെ അടിമയായിട്ട് പോകും. ഞാനിവിടെ സന്തോഷവാനാണ്, കാരണം എന്റെ കുഞ്ഞ് അച്ചടക്കത്തോട് കൂടിയിട്ട് ജീവിക്കുന്നു. അവൾ അങ്ങനെ തന്നെ വളരട്ടെ. പിന്നെ നിന്റെ കൂട്ടുകാരി എന്നെ കുറിച്ച് അവളോട് പറഞ്ഞു കൊടുത്തിരിക്കുന്നത് എന്താണെന്നറിയോ? മലേഷ്യയിലെ രാജാവ് എന്നാണ്. രാജാവിന്റെ മകൾ രാജകുമാരി. എന്തായാലും നല്ല നല്ല രീതിക്കാണ് എന്റെ നീതമോളെ വളർത്തിയിരിക്കുന്നതെന്നൊക്കെ മുകുന്ദൻ പറയുന്നു. അങ്ങനെ ജയഗീതയുടെ വീട്ടിലാവട്ടെ അവളുടെ അമ്മായിയമ്മയും ഭർത്താവിന്റെ അനിയനും കൂടി വരികയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, നിന്റെ അവിടത്തേക്ക് ആരൊക്കെ വന്ന് പോകുന്നുണ്ടെന്നൊക്കെ അറിഞ്ഞും പകൽ വെളിച്ചത്തിൽ മാത്രമേ ഇവിടേക്ക് ആരെങ്കിലും വന്ന് പോവാറുള്ളൂ. പിന്നെ വന്നത് മറ്റാരുമല്ല, നീതമോളുടെ അച്ഛനാണെന്ന് പറയുമ്പോൾ, ആരുടെ അച്ഛനായാലും ഒരു രാത്രി ഇവിടെ തങ്ങിയെന്ന് കേട്ടു. എന്തായാലും നീ ചെയ്യുന്നത് ശരിയായിട്ടുള്ള കാര്യമല്ല. മര്യാദയ്ക്ക് ഇവിടെ നിന്നും എത്രയും പെട്ടെന്ന് ഇറങ്ങി പോകുന്നതായിരിക്കും നല്ലത്. ഇതെന്റെ മോനുള്ള വീടാണെന്നൊക്കെ പറഞ്ഞ് അവളുടെ അമ്മായിയമ്മയാണെങ്കിൽ ബഹളം വെക്കുന്ന സമയത്ത്, അങ്ങനെ ഞങ്ങളെ ഇറക്കി വിടാനായിട്ട് നിങ്ങൾക്ക് കഴിയില്ല. നിങ്ങളുടെ മൂത്ത മോന്റെ ഭാര്യയും കുഞ്ഞുങ്ങളാണ് ഞങ്ങള്. സ്വന്തം മോളോട് പെരുമാറുന്നത് പോലെ പെരുമാറിയാൽ ഇത്രയും കൂടി നന്നായിട്ടുണ്ടാവും. എന്തായാലും എന്റെ അച്ഛന്റെ പ്രായമാവാനുള്ള ആളാണ് മുകുന്ദൻ സാറ്. അയാളുമായിട്ട് നിങ്ങൾ എന്നെ കമ്പയർ ചെയ്യരുതെന്നൊക്കെ പറയുമ്പോൾ, പിന്നെ നിനക്ക് അയാൾക്കൊപ്പം ജീവിച്ചോ, എങ്ങോട്ടെന്ന് വെച്ച് പോയിക്കോ, എന്നിട്ടേ നീ സുഖമായിട്ട് ജീവിക്കാന്നൊക്കെ പറഞ്ഞ് മുരളിയുടെ അനിയനാണെങ്കിൽ ദേഷ്യപ്പെടുമ്പോ, നിന്റെ ഇടത്തേമ്മയാണ് ഞാൻ, മാന്യമായിട്ട് സംസാരിക്കണമെന്നൊക്കെ പറയുന്നു. ആ മാന്യത തിരിച്ച് ഞങ്ങളും പ്രതീക്ഷിക്കുന്നുണ്ട്. ഈ നാട്ടിൽ ഞങ്ങൾക്ക് മാന്യമായിട്ട് ജീവിക്കണം. അതുകൊണ്ട് ഇവിടേക്ക് ഇനി അയാൾ കാല് കുത്തരുതെന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തിക്കൊണ്ട് അവിടെ നിന്നും പോവുകയാണ് അവര്. ജയഗീതയാണെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയാതെ അങ്ങനെ നിൽക്കുന്നുണ്ട്. പിന്നീട് അമ്പിളിയാണെങ്കിൽ ശ്രീയോട് മീനാക്ഷിയെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കും. അവൾക്ക് ഭ്രാന്താണ്. അവൾക്ക് വാടക ഗർഭപത്രം കൊടുത്ത ഒരു കുഞ്ഞു ഉണ്ടായിട്ടുണ്ടായിരുന്നു. എന്ത് വാടക ഗർഭപത്രമോ? അതെ, ഈ മരുന്നൊക്കെ കുത്തിവെച്ചിട്ടുണ്ടാവില്ല, അതുപോലെ. ഓ, ഞാൻ കണ്ടിട്ടുണ്ട് മോഹൻലാലിന്റെ ഒരു സിനിമയിൽ. അത് തന്നെ. പിന്നെ ആ കുഞ്ഞിനെ 3 വർഷം വരെ അവൾ നോക്കി വളർത്തി. പിന്നീട് അതിന്റെ അച്ഛൻ കൊണ്ടുപോയി. അതോടുകൂടിയിട്ട് അവൾക്ക് ഭ്രാന്തിളകി. ഇപ്പോ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ മീനാക്ഷിയെ കണ്ട ഭ്രാന്തിയാണെന്ന് പറയില്ലല്ലോ. ഇപ്പൊ കുറഞ്ഞെന്നേ. അതെ, ശ്രീയേട്ടന് ഇത് ആരോടും പോയി പറയാനും നിൽക്കണ്ട. ഞാൻ ആരോട് പറയാൻ? അങ്ങനെ ശ്രീ ആണെങ്കിൽ മനസ്സിൽ എന്തൊക്കെയോ കണക്ക് കൂട്ടുന്നുണ്ട്. പിന്നീട് കൃഷ്ണയും മുകുന്ദനും ചേർന്നിട്ട് നീതമോളെ കാണാനായിട്ട് ജയഗീതയുടെ വീട്ടിലേക്ക് എത്തുന്നുണ്ട്. നീതമോളാണെങ്കിൽ അവരുടെ കാറിനടുത്തേക്ക് പാഞ്ഞെടുക്കുകയാണ്. അയ്യോ,
മുകുന്ദേട്ട മോളെന്ന് പറഞ്ഞ കൃഷ്ണയാണെങ്കിൽ നിലവിളിക്കുന്നുണ്ട്. അങ്ങനെ നീതമോളോട് കൃഷ്ണൻ പറയുന്നുണ്ട്, എന്താ മോളെ ശ്രദ്ധിക്കണ്ടേ എന്നൊക്കെ ചോദിക്കുമ്പോൾ അച്ഛൻ വന്നപ്പോൾ ഞാൻ ഓടി വന്നതാ. അങ്ങനെ ചോക്ലേറ്റ് ഒക്കെ എടുത്തില്ലേ എന്ന് മോനും ചോദിക്കുന്നുണ്ട്. കൃഷ്ണയാണെങ്കിൽ അതെടുത്ത് സൂരജിന് കൊടുക്കുകയാണ്. സൂരജ് ആണെങ്കിൽ അവർക്ക് പങ്കിട്ട് കൊടുക്കുന്നുണ്ട്. എന്തായാലും ഈ സമയം മീനാക്ഷി അനന്തുവിനെ സഹായിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ ചെടിച്ചട്ടികളായിട്ട് എടുത്തു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അനന്ത് ചോദിക്കുകയാണ്, ഇപ്പൊ താൻ ഓക്കെ അല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഒരുപാട് മെഡിസിൻസും കൗൺസിലിംഗ് ഒക്കെ ആയിട്ട് ഓക്കെ ആയിട്ട് പോകുന്നു. പക്ഷെ തന്റെ മുഖത്ത് ആ പ്രസന്നതയൊന്നും കാണുന്നില്ലല്ലോ. താൻ ഇങ്ങനെ വെറുതെ ഇരിക്കും. എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് നഷ്ടപ്പെട്ടതല്ലേ എന്ന് മീനാക്ഷി ചോദിക്കുമ്പോൾ, ആയിരിക്കാം, എനിക്കും തന്നെ പോലെ ഒരു നഷ്ടം സംഭവിച്ചിട്ടുണ്ട്. തന്റെ കുഞ്ഞ് വേറെ എവിടെയെങ്കിലും പഠിക്കാൻ ചെന്നെന്ന് കരുത്. അങ്ങനെയൊക്കെ അനന്ത് വേട്ടന് പറയാം. പക്ഷെ മനുഷ്യന് ഓരോരോ സങ്കടഘട്ടങ്ങളുണ്ട്. അത് ഒരു അമ്മയുടെ സങ്കടം ഒരു പുരുഷന് പറഞ്ഞാൽ മനസ്സിലാവില്ല എന്ന് മീനാക്ഷി പറയണം. ഇനിയിപ്പോ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. താൻ എന്തായാലും നെറ്റൊക്കെ എഴുതും. എന്നിട്ട് ക്യാമ്പസിൽ ടീച്ചറായിട്ട് ജോലിക്ക് കയറും. അപ്പൊ പിന്നെ ചുറ്റിലും പ്രസരിപ്പുള്ള കുറെ ചെറുപ്പക്കാർ, കളർഫുൾ ആയിട്ടുള്ള ജീവിതം. അങ്ങനെയാകുമ്പോൾ തന്റെ മനസ്സൊക്കെ ഒന്ന് മാറാൻ ചാൻസ് ഉണ്ടെന്ന് അനന്തു മീനാക്ഷിയെ പറഞ്ഞ് ഉപദേശിക്കുകയാണ്. എന്തായാലും മീനാക്ഷി ആണെങ്കിൽ അതൊക്കെ ഇങ്ങനെ കേൾക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്. കാത്തിരിക്കാൻ നമുക്ക് നാളത്തെ കിടിലൻ എപ്പിസോഡിനായിട്ട്. ബൈ ബൈ.